അയർലൻഡിലെ വെതറിൻ്റെ സ്വഭാവം വെച്ച് നമ്മൾ എന്ത് ആക്ടിവിറ്റി പ്ലാൻ ചെയ്യുമ്പോഴും ഒരു പ്ലാൻ ബിയും പറ്റുകയാണെങ്കിൽ ഒരു പ്ലാൻ സിയും ഉള്ളത് നല്ലതാണ്. ഇന്ന് ഈസ്റ്റർ പ്രമാണിച്ച് ഞാനും കുട്ടനും ഇവിടെ അടുത്തുള്ള ഒരു വുഡ് പാർക്കിൽ എഗ് ഹണ്ടിന് പോകാൻ റെഡി ആയതാണ്. അപ്പം ഉണ്ട് നല്ല കാറ്റും മഴയും പോരാത്തതിന് മഞ്ഞു വീഴ്ചയും. അപ്പം നമ്മുടെ പ്ലാൻ ബി അങ്ങ് എക്സിക്യൂട്ട് ചെയ്തു. ഞങ്ങളുടെ സ്ഥിരം പ്ലേസായ സെഞ്ച്വറി ഇൻഡോർ പ്ലേയിലോട്ട് പോയി. ഈസ്റ്റർ പ്രമാണിച്ച് അവിടെ ബണ്ണി വിസിറ്റും ഫേസ് പെയിൻറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹൈലൈറ്റ് എഗ് ഹണ്ടായിരുന്നു. ഞങ്ങൾ കുറേ തപ്പിയെങ്കിലും ഞങ്ങൾക്കൊരു എഗ്ഗ് പോലും കിട്ടിയില്ല. എഗ്ഗ് കിട്ടുന്നവർക്ക് ട്രീറ്റും ഗിഫ്റ്റും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങളവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ചോക്ലേറ്റും മേടിച്ച് വീട്ടിലോട്ട് പോയി. ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ചിന് ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു. നാളെ ബാങ്ക് ഹോളിഡേ ആയതുകൊണ്ട് ബിരിയാണിയൊക്കെ നാളത്തേക്കാണ് പ്ലാൻ ചെയ്തത്. പിന്നെ അതിനുശേഷം ഞങ്ങളൊരു ഡ്രൈവിനിറങ്ങി. ലെറ്റർക്കനി ക്രിസ്ലവ് കഴിഞ്ഞിട്ട് ആർട്സ് ഫ്രയറിയിലോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ബീച്ച് വ്യൂ ഒക്കെ ആയിട്ട് നല്ല സൈലൻറ്റ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ ഒരു ചർച്ച്. ഞാൻ ചർച്ചിൽ കയറി കുറച്ച് നേരം പ്രാർത്ഥിച്ചു. പിന്നെ അവിടുത്തെ സൊവനീർ ഷോപ്പിൽ കയറി സാധനങ്ങളൊക്കെ നോക്കി. പിന്നെ ഈ വ്യൂ കണ്ടു നിൽക്കാൻ തന്നെ നല്ലൊരു പ്ലസൻറ്റ് ഫീലിംഗ് ആണ്. അപ്പോൾ ഹാപ്പി ഈസ്റ്റർ.